ഹൈക്കോടതി വളപ്പിൽ അഭിഭാഷകർ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ശുപാർശ. അഡ്വക്കേറ്റ് ജനറൽ ടി.പി. സുധാകർ പ്രസാദാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. അഭിഭാഷകർക്കും പോലീസിനും മാധ്യമപ്രവർത്തകർക്കും സംഭവത്തിൽ വീഴ്ചയുണ്ടായെന്ന് അഡ്വക്കേറ്റ് ജനറൽ വ്യക്തമാക്കി. സർക്കാരിനും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനുമാണ് ശുപാർശ ചെയ്തത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, വിശദാംശങ്ങൾ. സൗമ്യ, ഇന്നലെ ഹൈക്കോടതി പരിസരത്തുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് അഭിഭാഷകർ ഹൈക്കോടതിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇന്നലെ വലിയ തോതിലുള്ള സംഘർഷമാണ് ഹൈക്കോടതിക്ക് മുമ്പിൽ ഉണ്ടായത്. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് അഡ്വക്കേറ്റ് ജനറൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കാനായി ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുമെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ അറിയിച്ചിരിക്കുന്നത്. ഈ ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും. ആർക്കാണ് തെറ്റുപറ്റിയതെങ്കിൽ അത് തിരുത്താൻ അവസരം ഒരുങ്ങുമെന്നും AG അറിയിച്ചിട്ടുണ്ട്. AGയുടെ നിഗമനം അനുസരിച്ച് 3 പേർക്കും ഒരുപോലെ വീഴ്ച പറ്റിയെന്നുള്ളതാണ് AGയുടെ ഒരു നിഗമനം. അതായത് പോലീസിനും മാധ്യമപ്രവർത്തകർക്കും അഭിഭാഷകർക്കും ഒരുപോലെ വീഴ്ച സംഭവിച്ചു എന്ന നിഗമനത്തിൽ AG ഉണ്ട്. എങ്കിൽ തന്നെയും ഇത് സംബന്ധിച്ച് അന്തിമ ശുപാർശ ഇതുവരെ AG നൽകിയിട്ടില്ല. അതേസമയം തന്നെ ഒരു ഒത്തുതീർപ്പ് ചർച്ചയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അഡ്വക്കേറ്റ് ജനറലും അഭിഭാഷക അസോസിയേഷൻ്റെ പ്രതിനിധികളും മാധ്യമപ്രവർത്തകരുടെ പ്രതിനിധികളും ചേർന്ന ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചർച്ച വിജയിക്കുകയാണെങ്കിൽ ഉച്ചയോടെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. എന്തുതന്നെയായാലും ഇന്നലെ വലിയ തോതിലുള്ള സംഘർഷമാണ് ഉണ്ടായത്. മാധ്യമപ്രവർത്തകരെ അഭിഭാഷകർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ഒരു രീതിയാണ് ഇന്നലെ ഹൈക്കോടതി പരിസരത്ത് ഉണ്ടായിട്ടുള്ളത്. 2 മണിക്കൂറോളം മാധ്യമപ്രവർത്തകരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വലിയ സംഘർഷമാണ് ഹൈക്കോടതി പരിസരത്ത് മണിക്കൂറുകളോളം ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണത്തിന് AG ശുപാർശ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഹൈക്കോടതി ബഹിഷ്കരിക്കുമെന്നും അഭിഭാഷകർ അറിയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട പല കേസുകളും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ് പ്ലീഡർ യുവതിയെ അപമാനിച്ച ആ കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതായത് തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഗവൺമെൻറ് പ്ലീഡർ ധനേഷ് മാത്യു മാഞ്ഞൂരാൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. നേരത്തെ ഈ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി ആവശ്യം അംഗീകരിച്ചിരുന്നില്ല. അതേസമയം അന്വേഷണം തുടരട്ടെ, അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ പോലീസിനോട് ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇന്ന് ഒരുപക്ഷെ പോലീസ് ഹാജരാക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ കേസ് പരിഗണിക്കുമ്പോൾ അഭിഭാഷകർ അകത്തുണ്ടാകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അഭിഭാഷകർ വിട്ടുനിൽക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് അഭിഭാഷകർ വലിയ തോതിൽ ആരെയും തന്നെ ഇവിടെ ഹൈക്കോടതി പരിസരത്ത് കണ്ടിട്ടില്ല. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ച ഒരു ഒത്തുതീർപ്പ് ചർച്ചയും പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സൗമ്യ, ഒരുപക്ഷെ ഒരു ഭാഗത്ത് മാധ്യമപ്രവർത്തകർക്കെതിരായി ഏകപക്ഷീയമായ നിലപാടുകൾ ഉണ്ടാകുന്നു എന്ന തരത്തിലൊരു ആക്ഷേപം കൂടിയുണ്ട്. നിലവിലത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, ഇപ്പോൾ ഇന്ന് വലിയ സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി വലിയ സുരക്ഷ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ മാധ്യമപ്രവർത്തകർക്ക് നേരെ തന്നെയാണ് അഭിഭാഷകരുടെ ആക്രമണം എന്നുള്ളത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായതാണ്. പ്രത്യേകിച്ചും ഈ പരിക്കേറ്റവരെല്ലാം ഇപ്പോഴും ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പല ദൃശ്യമാധ്യമ പ്രവർത്തകരടക്കം ചികിത്സയിൽ കഴിയുന്നുണ്ട്. ദൃശ്യമാധ്യമ പ്രവർത്തകർക്കും പത്രപ്രവർത്തകർക്കുമെതിരെ വലിയ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മീഡിയ റൂമിൽ, ഹൈക്കോടതിക്കകത്തുള്ള മീഡിയ റൂമിൽ കയറിയാണ് അഭിഭാഷകർ അവിടെയുള്ള വനിതാ മാധ്യമ പ്രവർത്തകരെ അവഹേളിക്കുകയും പുറത്താക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് വലിയ അക്രമമാണ് അഴിച്ചുവിട്ടിട്ടുള്ളത്. AG ജുഡീഷ്യൽ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുമ്പോൾ തന്നെ AG പറയുന്നത് ഈ ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ സത്യാവസ്ഥ പുറത്തു വരും. ആർക്കാണ് തെറ്റുപറ്റിയതെങ്കിൽ അത് തിരുത്താൻ അവസരം ഒരുങ്ങുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്നും സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് വലിയ തോതിലുള്ള പോലീസ് സേനയെ ഈ ഹൈക്കോടതിയുടെ മുഴുവൻ ഗേറ്റിന് മുൻപിലും വിന്യസിച്ചിട്ടുള്ളത്. നിലവിൽ അത്തരത്തിലുള്ള ഒരു സംഘർഷവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിൽ തന്നെയും ഇനി ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു പോലീസ് സേനയെ വിന്യസിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിവിധ കോണുകളിൽ ഇത്തരത്തിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചർച്ച നടക്കുന്നുണ്ട്. അതുകൂടാതെ അഭിഭാഷക അസോസിയേഷൻ പ്രതിനിധികളുടെ ചർച്ച നടക്കുന്നുണ്ട്. ഇതുകൂടാതെ AG ഇവരെല്ലാം വിളിച്ചു ചേർത്ത ഒരു ഒത്തുതീർപ്പ് ചർച്ച ഉണ്ടാകുമെന്നുള്ള സൂചനയും ഉണ്ട്. അത് സംബന്ധിച്ച് 1 മണിക്കൂറിനകം തന്നെ വ്യക്തത വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സൗമ്യ, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഹൈക്കോടതി വളപ്പിലെ സംഘർഷത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ശുപാർശ. ഹൈക്കോടതി വളപ്പിൽ അഭിഭാഷകർ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിലാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് ശുപാർശ നൽകിയിരിക്കുന്നത്. ഉമേഷ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, ഇന്നിപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് ജുഡീഷ്യൽ അന്വേഷണത്തിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കപ്പെടുമ്പോൾ പൊതുവായ ഒരു ആവശ്യം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. കടുത്ത ആക്രമണം തന്നെയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടായത്. അതും ഹൈക്കോടതി വളപ്പിലേക്ക് കാര്യങ്ങൾ, ഹൈക്കോടതിയുടെ പ്രവർത്തനത്തെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് പോയതിനെയൊക്കെ വിമർശിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലും അഭിഭാഷകരെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള നീക്കങ്ങൾ പല ഭാഗത്ത് നടക്കുന്നു.
ഇത്തരം കാര്യങ്ങളിലൊക്കെ പൊതുവായ വിമർശനങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, ഇന്നലെയെല്ലാം വലിയ ചരിത്രത്തിലില്ലാത്ത വിധം വലിയ ആക്രമണമാണ് അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് പോലീസ് മാധ്യമപ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നത്. വലിയ പ്രകോപനമില്ലാതെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ് പ്ലീഡർ യുവതിയെ അപമാനിച്ച കേസുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു വലിയ ആക്രമണം അരങ്ങേറി തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വാർത്ത കൈകാര്യം ചെയ്യാനായാണ് വനിതാ മാധ്യമപ്രവർത്തകരടക്കം ഹൈക്കോടതിക്കകത്തുള്ള മീഡിയ റൂമിൽ പോയത്. എന്നാൽ ഇവിടേക്ക് ഈ അഭിഭാഷകർ കടന്നു വരികയും ഇവരെ അവഹേളിച്ച് ഇവിടെ നിന്ന് പുറത്താക്കുകയും ഈ മുറി പൂട്ടുകയും ചെയ്തു. ഇത്തരത്തിൽ വാർത്ത കൊടുക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ച അഭിഭാഷകർ ഈ മാധ്യമപ്രവർത്തകരെ, വനിതാ മാധ്യമപ്രവർത്തകരെ അടക്കം ഇവിടെ നിന്ന് ഇറക്കി വിടുന്നൊരു സമീപനമാണ് ഉണ്ടായത്. ഇതറിഞ്ഞ ദൃശ്യമാധ്യമപ്രവർത്തകർ ഹൈക്കോടതിക്ക് പുറത്തു നിന്ന് ക്യാമറയും മറ്റ് ദൃശ്യങ്ങളും എല്ലാം പകർത്തുന്ന വേളയിലാണ് ഒരു കൂട്ടം അഭിഭാഷകർ യാതൊരു പ്രകോപനവുമില്ലാതെ പുറത്തിറങ്ങി വരികയും ഇവരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തത്. തുടർന്ന് ഇവിടെ പരിസരത്തേക്ക് വന്ന മാധ്യമപ്രവർത്തകരെ എല്ലാം തന്നെ ഇവർ കൈകാര്യം ചെയ്തു, ക്യാമറ നശിപ്പിക്കുക അടക്കം ചെയ്തു. അത്തരത്തിൽ പരിക്ക് പറ്റിയവർ ഇപ്പോഴും ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ ആണ്. ഈ ഒരു സംഭവത്തെ തുടർന്ന് പിന്നീട് മണിക്കൂറുകളോളമാണ് അഭിഭാഷകർ മാധ്യമപ്രവർത്തകരെ തടഞ്ഞു വയ്ക്കുകയും ഇവർക്ക് നേരെ അസഭ്യവർഷവും കയ്യേറ്റവും എല്ലാം ഉണ്ടായത് ഈ പശ്ചാത്തലത്തിലാണ്. പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും 2 മണിക്കൂറോളം മാധ്യമപ്രവർത്തകരെ ബന്ദികളാക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. ഈ ഒരു സംഘർഷം കണക്കിലെടുത്ത് ഇന്നലത്തേക്കാൾ കൂടുതൽ പോലീസ് സേനയെ ഇന്ന് ഹൈക്കോടതിക്ക് മുൻപിൽ വിന്യസിച്ചിട്ടുണ്ട്. വലിയ പോലീസ് സേനയാണ് ഹൈക്കോടതിയുടെ മുഴുവൻ ഗേറ്റിലും വിന്യസിച്ചിട്ടുള്ളത്. അതേസമയം അഡ്വക്കേറ്റ് ജനറൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് ശുപാർശ ചെയ്യും എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞിരിക്കുന്നത്. ഈ ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ യഥാർത്ഥ സത്യം പുറത്തു വരും, അക്രമത്തിന് യഥാർത്ഥ കാരണക്കാർ ആരാണ് എന്ന വാസ്തവം പുറത്തു വരും. അപ്പോൾ തെറ്റുതിരുത്താൻ അവസരം ഒരുങ്ങുകയും ചെയ്യും. പ്രാഥമിക നിഗമനം അനുസരിച്ച് 3 പേർക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന നിഗമനം AG നടത്തുന്നു. മാധ്യമപ്രവർത്തകർ, അഭിഭാഷകർ, പോലീസ് 3 പേർക്കും വീഴ്ച സംഭവിച്ചു എന്ന AG പ്രാഥമിക നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇത് സംബന്ധിച്ച കൂടുതൽ പരിശോധനകൾ AG നടത്തും. അതേസമയം തന്നെ ഇത് ഒരു ഒത്തുതീർപ്പിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നുണ്ട്. കാരണം ഇന്നലത്തെ ഈ ആക്രമണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് കോടതി ബഹിഷ്കരിക്കുമെന്നാണ് ഒരു വിഭാഗം അഭിഭാഷകർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം അഭിഭാഷകരും ഇന്ന് കോടതിയിൽ എത്തിയിട്ടില്ല. ഈ സമയം തന്നെ ഒത്തുതീർപ്പ് ചർച്ചകൾ പല വിഭാഗങ്ങളായി നടക്കുന്നുണ്ട്. അഭിഭാഷക അസോസിയേഷൻ പ്രതിനിധികൾ ചർച്ച നടത്തുന്നുണ്ട്, ബാർ അസോസിയേഷനുകൾ ചർച്ച നടത്തുന്നുണ്ട്, മാധ്യമപ്രവർത്തകർ ചർച്ച നടത്തുന്നുണ്ട്. ഇവരെല്ലാം ചേർത്ത് ഒരുമിച്ച് ഒരു ഒത്തുതീർപ്പ് ചർച്ച എന്ന രീതിയിലേക്ക് മാറും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ AGയുടെ നേതൃത്വത്തിൽ തന്നെ അത്തരത്തിലൊരു ഒത്തുതീർപ്പ് ചർച്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ ഇന്നലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനടക്കം ഇന്നലെ മാധ്യമപ്രവർത്തകർ പരാതി നൽകിയിരുന്നു. ഈ പ്രശ്നം ഉണ്ടാകുന്നവരെ തൽക്കാലത്തേക്ക് കോടതിയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കണം എന്ന ഒരാവശ്യം ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് പ്രധാനപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നുണ്ട്. എന്നാൽ അത് അകത്ത് കയറാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ച് ഗവൺമെൻറ് പ്ലീഡറുടെ കേസടക്കം ഇന്ന് പരിഗണിക്കുന്നുണ്ട്. എന്നാൽ അഭിഭാഷകർ വിട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ കോടതി നടപടികൾ എത്രത്തോളം പുരോഗമിക്കും എന്ന് നമുക്ക് ഇപ്പോൾ പറയുക വയ്യ. ഒരുപക്ഷെ കോടതി ഒരു കേസ് നടത്തിയിട്ടുള്ള ഒരു സ്തംഭനത്തിലേക്ക് ഒരുപക്ഷെ നീങ്ങിയേക്കാം. എന്തായാലും മാധ്യമപ്രവർത്തകർ ആരും തന്നെ ഇന്ന് ഹൈക്കോടതിക്ക് അകത്തേക്ക് കയറിയിട്ടില്ല. ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെയും അകത്തേക്ക് ഇന്ന് കയറിയിട്ടില്ല. അതൊരു സംഘർഷ സാധ്യത അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു ഇടപെടലാണ് അത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഒരു ഒത്തുതീർപ്പ് ചർച്ച നടക്കുകയും ഒരു പക്ഷേ പ്രശ്നം ഇന്ന് തന്നെ പരിഹരിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. സൗമ്യ, ഉമേഷ്, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഉണ്ടായ സംഭവങ്ങൾ, ഒരുപക്ഷെ അതിനോടനുബന്ധിച്ച് പല ഭാഗങ്ങളിലും മീഡിയ റൂമിനകത്ത് അടക്കം ഉണ്ടായ സംഭവങ്ങൾ, ഇതൊക്കെ കൂടി പരിശോധിക്കപ്പെടേണ്ടതല്ലേ ഈ ഒരു സാഹചര്യത്തിൽ? ഞാൻ തിരികെ എത്താം ഉമേഷിലേക്ക്. ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് ശുപാർശ നൽകിയിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ദൃശ്യങ്ങളിലൂടെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നീട് വലിയ തർക്കങ്ങളിലേക്ക് പോയിട്ടുണ്ട് കാര്യങ്ങൾ. പക്ഷേ ഹൈക്കോടതി വളപ്പിൽ സംഭവിച്ച കാര്യങ്ങൾ ന്യായീകരിക്കാവുന്നതാണോ? ഇപ്പോൾ ഈ ജുഡീഷ്യൽ അന്വേഷണത്തിലൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ അതിനും അപ്പുറത്തേക്ക് ഒരു നടപടി വേണം, ക്രിമിനൽ കുറ്റമാണ് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന തരത്തിലൊക്കെ ഒരു ആരോപണങ്ങൾ വരുമ്പോൾ ശ്രീ ജേക്കബ് ജോർജ്, ഏറ്റവും മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ ആക്രമണം ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒട്ടും ഭൂഷണമല്ല. അതും അഭിഭാഷകർ തന്നെയാണ് അക്രമകാരികളായത് എന്ന് കാണുമ്പോൾ അതിനിരയായത് മാധ്യമ പ്രവർത്തകരും, ആ മാധ്യമ പ്രവർത്തകരിൽ തന്നെ പലരും അഭിഭാഷകരാണ്. മാധ്യമ പ്രവർത്തകരെ കോടതിയിൽ പോകുന്നത്, കോടതിയിൽ സ്ഥിരമായിട്ട് കോടതിയുടെ നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവരാവട്ടെ പ്രധാനപ്പെട്ട എല്ലാ വക്കീലന്മാരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നവരുമായിട്ടാണ്.
നല്ല അഭിഭാഷക മാധ്യമ ബന്ധം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു നാടാണ് കേരളം. ഇങ്ങനെയുണ്ടായത് അപലപനീയമാണ്, യാതൊരു സംശയമില്ല. അക്കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കണം. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. പക്ഷെ അവിടെയും കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒരു ജുഡീഷ്യൽ അന്വേഷണം നേരത്തെ നമ്മളോട് സംസാരിച്ചതിൽ അധികം സൂചിപ്പിച്ചൊരു വിഷയം ഇതാണ്. നിരവധിയായ ജുഡീഷ്യൽ അന്വേഷണങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഓരോ ഘട്ടത്തിലും വലിയ കൊള്ളക്കങ്ങൾ ഉണ്ടാകും എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ പരിസമാപ്തി എന്താണെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയം, അടിയന്തരമായി ഇടപെടേണ്ട ഒരു വിഷയം, അവിടെ കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന ഒരു ചോദ്യം കൂടി ഉയരുന്നത്. ഒരു വശത്ത് ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നത്, ഇതിൽ എന്തൊക്കെയാണ് അതിന്റെ പിന്നിൽ സംഭവിച്ചത് അതേക്കുറിച്ച് വിശദമായിട്ട് അറിയാൻ, ആരൊക്കെയാണ് കുറ്റക്കാർ എന്ന് അറിയാനാണ്. അതേസമയം തന്നെ ക്രിമിനലായിട്ട് നടപടി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ പല ദൃശ്യങ്ങളും ടെലിവിഷനിൽ കാണാവുന്നതാണ്. അതായത് പത്രക്കാരുടെ, ടെലിവിഷൻ ക്യാമറാമാൻമാരുടെ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർമാരുടെ ഒക്കെ ക്യാമറകളിൽ ഇതെല്ലാം പതിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഇത് വെച്ചിട്ട് പ്രഥമ ദൃഷ്ട്യാ കേസെടുക്കാവുന്നതേ ഉള്ളൂ. അതും അഭിഭാഷകരാവുന്നു പ്രതിസ്ഥാനത്ത് എന്നതുകൊണ്ട് യാതൊരു ദാക്ഷിണ്യവും പാടില്ലാതെ തന്നെ നടപടി എടുക്കേണ്ടതാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ജുഡീഷ്യൽ അന്വേഷണം. അതോടൊപ്പം തന്നെ ക്രിമിനലായിട്ട് കാര്യങ്ങൾ നടത്താവുന്ന അന്വേഷണവും നടത്തി നടപടിയെടുക്കുകയും ചെയ്യാവുന്നതാണ്. അവിടെ എനിക്ക് തോന്നുന്നു ശ്രീ ജേക്കബ് ജോർജ്, പരമോന്നത നീതിപീഠം പോലും ഇടപെടേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. കന്നയ്യ വിഷയത്തിലായാലും ഒക്കെ കോടതിക്കുള്ളിൽ തന്നെ, കോടതി മുറിക്കുള്ളിൽ തന്നെ നടന്ന സംഭവങ്ങൾ കണ്ടതാണ്. സാധാരണക്കാർ വരുന്ന സ്ഥലമാണ്. കേസുകളെ പോലും ബാധിക്കുന്ന രീതിയിൽ, കോടതിയുടെ പ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ ഹൈജാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയതാണ്. ഇതൊക്കെ പൊതുവായി ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി നിരീക്ഷിക്കപ്പെടേണ്ടതും കൈകാര്യം ചെയ്യപ്പെടേണ്ടതും കൂടിയല്ലേ? ഇത്തരം സംഭവങ്ങൾ കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്തെ ഒരിക്കലും ആവർത്തിച്ചുകൂടാത്തതാണ്. കനയ്യകുമാറിനെ അഭിഭാഷകർ ഡൽഹിയിൽ മർദ്ദിച്ച കാര്യം, ആ ദൃശ്യങ്ങൾ ഇപ്പോഴും ഇന്ത്യ മുഴുക്കുകയും ഇന്ത്യയെ ഞെട്ടിപ്പിച്ച സംഭവമാണ്. കേരള ജനത പോലും അത് ഞെട്ടലോടുകൂടിയാണ് കണ്ടത്. അത്തരം ഒരു സംഭവം നടക്കുന്ന രാജ്യത്ത് വളരെ മാതൃകയായി നിൽക്കേണ്ട ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ അഭിഭാഷകർ, വളരെ ഉയർന്ന നിലവാരമുള്ള അഭിഭാഷകർ, ഇതുപോലെ ഒരു കാടൻ നീതി പ്രയോഗിച്ചത് തെറ്റായിപ്പോയി. അതിനെതിരെ ഹൈക്കോടതി തന്നെ രംഗത്ത് വന്നത്, നീതിപീഠം തന്നെ രംഗത്ത് വന്നത് തീർച്ചയായിട്ടും വളരെ കേരള സമൂഹത്തിന് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങളും കൂടുതൽ നടപടികളും, കർശനമായ നടപടികളുമാണ് ആവശ്യം. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ് അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. മുൻമന്ത്രി കെ ബാബുവിനെതിരെ വിജിലൻസ് കേസിന് ശുപാർശ. ഹോട്ടൽ ഉടമകളുടെ പരാതിയിൽ കേസെടുക്കാനാണ് നിർദ്ദേശം. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് കേസെടുക്കാൻ ശുപാർശ ചെയ്തത്. ജീവൻ ചേർന്നുണ്ട് തത്സമയം. ജീവൻ, വിശദാംശങ്ങൾ. സൗമ്യ, അല്പ ദിവസങ്ങൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ചൊരു പരാതി VM രാധാകൃഷ്ണൻ നേരത്തെ വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് അന്വേഷണത്തിനായി വിജിലൻസ് ഡയറക്ടർ എറണാകുളം റേഞ്ചിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് എറണാകുളം റേഞ്ചിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രാഥമിക അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ കെ ബാബുവിനെതിരെ കേസെടുക്കുന്നതിനായി മറ്റു പ്രശ്നങ്ങളില്ല എന്ന തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വിജിലൻസ് എത്തിയിരിക്കുന്നത്. അവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഈ കാര്യത്തിൽ ബാബു ചില ക്രമക്കേടുകൾ കാണിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പ്രധാനമായും 2013 ബാർ ലൈസൻസ് ഫീ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തെ തുടർന്ന് VM രാധാകൃഷ്ണൻ, ചാക്ക് രാധാകൃഷ്ണൻ നൽകിയിരിക്കുന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ത്വരിതാന്വേഷണം നടത്തുന്നതിനായി 15 ദിവസങ്ങൾക്ക് മുമ്പ് വിജിലൻസ് ഡയറക്ടർ ഉത്തരവിട്ടത്. ഇപ്പോൾ ഈ കാര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൈമാറുകയും ചെയ്തത്. സൗമ്യ, ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ, തെരഞ്ഞെടുപ്പിൽ തന്നെ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് കൂടിയാണ് ഇത്. ഇവിടെ VM രാധാകൃഷ്ണൻ ഇങ്ങനെ ഒരു കേസുമായി മുന്നോട്ട് പോകുമ്പോൾ പല ഘട്ടത്തിലും കഴിഞ്ഞ ബാർ കോഴയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കേസിലെ സാഹചര്യങ്ങൾ ഒക്കെ തന്നെയും അപ്രസക്തമാകുന്ന രീതിയിലേക്ക് പോയ കാര്യങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ പ്രാഥമികമായ ഒരു അന്വേഷണത്തിന് ശേഷമാണ് കേസെടുക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാബുവിന്റെ കാര്യത്തിൽ വിഷയം കൂടുതൽ കടുക്കുകയാണ് എന്ന് വ്യക്തമല്ലേ?
തീർച്ചയായും. കാരണം ഇതിൽ പലവിധമായ പരിശോധനകൾ ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. പ്രാഥമികമായ ഒരു പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിക്കുകയാണെങ്കിൽ ഈ കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്താനുള്ള എല്ലാ സർവ്വ അധികാരങ്ങളും ഈ കാര്യത്തിൽ ഉണ്ട് എന്നതിരിക്കെ നേരത്തെ ബിജു രമേശ് അടക്കമുള്ള ബാർ മുതലാളിമാർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ കാര്യത്തിൽ കെ ബാബുവിനാണ് 10 കോടി രൂപ ഇത് സംബന്ധിച്ച് നൽകിയത്. അതിൽ ആദ്യ ഗഡുവായ 50 ലക്ഷം രൂപ ബിജു രമേശ് കൈമാറി എന്നതടക്കമുള്ള വളരെ കൃത്യമായ മൊഴിയാണ് ആ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. അതിന് ദൃക്സാക്ഷി ഉണ്ടായിരുന്നു. തെറ്റ് ചെയ്തു എന്ന് സ്വയം സമ്മതിച്ചുകൊണ്ടുള്ള ബിജു രമേശിൻ്റെ കുറ്റസമ്മത മൊഴി അത് ക്രിമിനൽ നടപടിച്ചട്ടം 164 പ്രകാരം തിരുവനന്തപുരം CJM കോടതിയിൽ ബിജു രമേശ് നൽകുകയും ചെയ്തു. ഇത്രയധികം വളരെ കൃത്യമായ തെളിവുകളും ദൃക്സാക്ഷി മൊഴികളും ഉണ്ടായിരുന്നിട്ടും അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ആർ നിശാന്തിനിയുടെ കണ്ടെത്തൽ ബാബുവിനെതിരെ കേസെടുക്കാൻ പ്രാഥമികമായ തെളിവുകൾ ഇല്ല എന്നതായിരുന്നു. എന്നാൽ സർക്കാർ തിരികെ എത്താം. ശ്രീ VM രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ VM രാധാകൃഷ്ണൻ, ഇവിടെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം വിജിലൻസ് കേസിന് ശുപാർശ നൽകിയിരിക്കുകയാണ് ബാബുവിനെതിരെ. ഇപ്പോൾ എന്താണ് പ്രതികരിക്കാനുള്ളത്? അല്ല, ഞാനിപ്പോ താങ്കൾ പറയുമ്പോഴാണ് ഒരു ചാനലിനെ വിളിക്കുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ വിജിലൻസ് കേസ് അന്വേഷണത്തിന് ശുപാർശ നൽകിയിരിക്കുന്നു എന്നുള്ള വിവരം. അതിനു മുൻപ് ഈ കാര്യം എനിക്കറിയില്ല. പരാതി കൊടുത്തിരുന്നു, ആ കാര്യങ്ങൾ ചാനലുകളിൽ വന്നതാണ്. അതിനുശേഷം എന്റെ മൊഴി അവിടെ വെച്ച് എടുത്തിരുന്നു. പിന്നെ മൊഴി ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം വിജിലൻസ് ഓഫീസിൽ നിന്ന് ആവശ്യപ്പെടുകയും ഞാൻ പോയി മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കേസ് അന്വേഷണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ തീരുമാനമായി എന്നുള്ള വിവരം ചാനലിന് കിട്ടുന്ന വിവരമാണ്. അതിന്റെ ബാക്കി വിശദാംശങ്ങൾ എന്റെ കയ്യിലില്ല. ഒരുപക്ഷെ ശ്രീ VM രാധാകൃഷ്ണൻ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വിജിലൻസിനെ ദുരുപയോഗപ്പെടുത്തി ബാബുവിന് ക്ലീൻ ചിറ്റ് നൽകിയ സാഹചര്യം ഒക്കെ തന്നെയും ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ പ്രാഥമികമായ ഒരു അന്വേഷണം വന്നിരിക്കുന്നു. താങ്കളുടെ പരാതി, അതിന്റെ ഗൗരവം, അതിന്റെ ഒരു ഡെപ്ത്, പ്രത്യേകിച്ച് അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്കൊക്കെ ആയിരുന്നു വിജിലൻസ് നേതൃത്വത്തിന്റെ നിർദ്ദേശമൊക്കെ പോയിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു വിജിലൻസ് കേസ് അന്വേഷണത്തിന് ഒരു ശുപാർശ കൂടി വരുമ്പോൾ കാര്യങ്ങൾ ഒരുപക്ഷെ നിയമപരമായി നോക്കിയാൽ വളരെ സ്ട്രോങ് ആയി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അല്ല, ഞങ്ങള് അങ്ങനെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ, ഞങ്ങളുടെ യോഗങ്ങളിലുള്ള സംസാരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ കൊടുത്ത ഒരു പരാതി അല്ലായിരുന്നു അത്. മുൻകാലങ്ങളിൽ അത്തരം പരാതികൾ കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അത്തരം പരാതിയല്ല കൊടുത്തത്. ഞങ്ങൾ കാര്യകാരണ സഹിതം വ്യക്തമായി എന്തൊക്കെയാണ് എന്നുള്ള ആരോപണങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് അക്കമിട്ട് നിരത്തിയിട്ടാണ് ഞങ്ങൾ വാസ്തവത്തിൽ കൊടുത്തത്. അത് കൊടുത്തതിനുള്ള കാരണം, ഞങ്ങൾ നേരത്തെ മുതൽക്ക് ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണം മദ്യനയം ദുരുദ്ദേശപരമായിരുന്നു. 13-14 അവതരിപ്പിച്ച ഒരു സുപ്രഭാതത്തിൽ അവതരിപ്പിച്ച മദ്യനയം എന്ന് പറയുന്നത് കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ കയറിയ മുതൽക്ക് തുടർന്നു പോന്ന ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടി തുടർന്നു പോന്ന ചില നടപടികളുടെ അവസാനമായിരുന്നു ആ മദ്യനയം എന്നാണ് ഞങ്ങൾ നേരത്തെ മുതൽക്ക് പറഞ്ഞു വരുന്നത്. അത് സാധൂകരിക്കത്തക്ക രൂപത്തിൽ, അല്ലെങ്കിൽ അത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്തിയ രൂപത്തിൽ ഉള്ള കാര്യങ്ങളും മൊഴികളും അതുപോലെ സംബന്ധിച്ച രേഖകളുടെ സൂചനകളുമാണ് ഞാൻ മൊഴി നൽകുമ്പോൾ നൽകിയത്. ഈ കേസന്വേഷണത്തിലൂടെ ഈ മദ്യനയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പുറകിൽ നിക്ഷിപ്ത താല്പര്യമുണ്ടായിരുന്നു, അതല്ലെങ്കിൽ ദുരുദ്ദേശപരമായിരുന്നു എന്ന കാര്യം തെളിയിക്കപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ശ്രീ VM രാധാകൃഷ്ണൻ, ഒരു ഘട്ടത്തിൽ ഇതിനും അപ്പുറത്തേക്ക് മറ്റൊരു തെളിവില്ല നൽകാൻ എന്ന ഒരു ഘട്ടത്തിൽ കേരളം ഒന്നാകെ നിന്ന സാഹചര്യം നമുക്കറിയാം. ബിജു രമേശ് പരാതി നൽകിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മൊഴി, അല്ലെങ്കിൽ പണം കൊടുത്തു എന്ന് പറയുന്ന തരത്തിലേക്കുള്ള മൊഴി, ചില ഓഡിയോ സംഭാഷണങ്ങൾ, ഇതൊക്കെയായിരുന്നു അവിടെ തെളിവായി ഉണ്ടായിരുന്നത്. താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ പല കേട്ടുകേഴ്വികളും ഡയറക്റ്റ് അല്ലാത്ത പല തെളിവുകളും. പക്ഷേ താങ്കൾ തന്നെ ആവർത്തിച്ചു പറയുന്നുണ്ട്, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതല്ല കാര്യം. നേരിട്ട് തന്നെ ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളുടെ രേഖ വരെ പരിശോധിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള ഒരു അന്വേഷണമാണ് താങ്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ വിധത്തിൽ താങ്കൾ അടക്കം താങ്കളുടെ അസോസിയേഷൻ നൽകിയിട്ടുള്ള കേസിന്റെ ഒരു ഡെപ്ത്, ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, അതൊക്കെ ഇങ്ങനെ ഒരു കേസിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് എത്രത്തോളം സുപ്രധാനമാകും? ഒന്നുകൂടി ആവർത്തിച്ചാൽ. പറഞ്ഞല്ലോ, മദ്യനയം പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാനത്തെ സമസ്ത മേഖലകളെ കുറിച്ചും നയം പ്രഖ്യാപിക്കുന്നത് ഒരു സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെയാണ്. UDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ മദ്യനിരോധനം പറഞ്ഞിട്ടില്ല. അതിനു പുറമെ UDF സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിലും അത് പറഞ്ഞില്ല. അവരത് ഘട്ടം ഘട്ടമായി 4 സ്റ്റാറിലേക്ക് ഉയർത്തി 2, 3 അല്ലെങ്കിൽ 3-4 മാറ്റി. പക്ഷേ ഒരു സാമ്പത്തിക വർഷത്തിന്റെ കൃത്യമായ ഇടവേളകളിൽ
വ്യത്യസ്ത തരം നിയമ പരിഷ്കാരങ്ങൾ, അബ്കാരി നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ചരിത്രം കേരളത്തിന്റെ എക്സൈസ് വകുപ്പിന്റെ ചരിത്രത്തിലില്ല. അത് ഞങ്ങൾ രേഖപ്പെടുത്തി, അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്രമം വിട്ട രൂപത്തിൽ മുൻഗണനാക്രമം പാലിക്കാതെ ഈ വ്യവസായത്തിൽ മുതൽ മുടക്കി അപേക്ഷ സമർപ്പിച്ചവന് വ്യത്യസ്ത നീതിയായിരുന്നു കൊടുത്തിരുന്നത്. നിശ്ചിത താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു ബാർ അനുവദിക്കുന്നതിൽ, ബീവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടുന്നതിൽ, ബിയർ ആൻഡ് വൈൻ ലൈസൻസുകൾ അനുവദിക്കുന്നതിൽ. അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഓരോ തീരുമാനങ്ങൾക്ക് പുറകിലും വ്യത്യസ്ത താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെടുമെന്നും, പരിശോധിക്കേണ്ടത് രേഖകളെ സംബന്ധിച്ചുള്ള ചില സൂചനകൾ, അതുപോലെ ഏതെല്ലാം രേഖകൾ പരിശോധിക്കാവുന്നതാണ്, ഏതെല്ലാം രേഖകൾ പരിശോധിച്ചാൽ ഇന്ന കാര്യങ്ങൾ ബോധ്യപ്പെടും തുടങ്ങി ഞങ്ങൾക്കറിവുള്ള, ഞങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വിജിലൻസിന്റെ മുൻപാകെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടല്ല, കാരണം ഇതൊരു പ്രാഥമിക മൊഴിയെടുപ്പായതുകൊണ്ട് കുറെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഇനി ബാക്കി കാര്യങ്ങൾ വിശദമായ മൊഴിയെടുപ്പിന്റെ ഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം, എന്തെല്ലാം കാര്യങ്ങൾ കൊടുക്കണം എന്നുള്ളത് അടുത്ത ഘട്ടത്തിൽ. അതിനിടയിൽ ഞങ്ങളുടെ അംഗങ്ങളോട് ഇത് സംബന്ധിച്ച് ഓരോരുത്തർക്കും അറിവുള്ള വിവരങ്ങൾ കൈമാറേണ്ടത് ഈ വ്യവസായത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇനി തുടർന്ന് ഭാവിയിലെങ്കിലും ഒരു എക്സൈസ് വകുപ്പിൽ നിന്നും, ഒരു മന്ത്രിയിൽ നിന്നും, അല്ലെങ്കിൽ ഒരു സർക്കാരിൽ നിന്നും വിവേചനം, പണം മുടക്കി കേരളത്തിൽ വ്യവസായത്തിന് ഒരു പ്രത്യേക മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തവനെ പീഡിപ്പിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകാതിരിക്കാൻ നിങ്ങളെല്ലാം ഞങ്ങളോട് സഹകരിക്കണം, സത്യസന്ധമായി മൊഴി കൊടുക്കണം. സർക്കാരിൽ നിന്ന് അതിന്റെ ഭാഗമായി പീഡനം അനുഭവിക്കാൻ സാധ്യതയില്ല എന്നെല്ലാം രൂപത്തിൽ ഞങ്ങൾ അംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അത് ഞങ്ങൾ ശ്രീ വി എം രാധാകൃഷ്ണൻ, ഇവിടെ ഈ ബവ്കോകൾ പൂട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ അത് നമുക്ക് ഒരുപക്ഷെ ആ രേഖകൾ പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകുന്നതാണ് എന്ന് നേരത്തെ താങ്കൾ പറയുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് താങ്കൾ അടക്കമുള്ളവരുടെ മൊഴി, നേരത്തെ ഈ പ്രാഥമിക അന്വേഷണവുമായി ബന്ധപ്പെട്ട് മൊഴിയെടുത്തിരുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഹോട്ടൽ ഉടമകൾ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ മൊഴി നൽകുമെന്ന പ്രതീക്ഷയുണ്ടോ? കൂടുതൽ ആളുകൾ മൊഴി നൽകണമെന്നാണ് എന്റെ അഭിപ്രായവും എന്റെ റിക്വസ്റ്റും. കാരണം ഇത് ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടുന്ന കാര്യമല്ല. ഒരു ലൈസൻസിയെയും ഒരു തരം വ്യവസായിയെയും, അത് ഹോട്ടൽ വ്യവസായി ആകട്ടെ മറ്റേതെങ്കിലും മേഖലയാകട്ടെ, സർക്കാരിന്റെ അധികാരത്തിലെത്തുന്ന ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളോ വിചാരിച്ചാൽ ഇവരെ മുഴുവൻ സിമിത്തേരിയിലേക്ക് പറഞ്ഞയക്കുന്ന രൂപത്തിൽ ഇനി മേലിൽ ഒരാളും ധൈര്യപ്പെടരുത്. എല്ലാറ്റിനും ഒരു ചിട്ട വേണം. അതായത് ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് എല്ലാവർക്കും തുല്യമായിരിക്കണം. ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകൻ എല്ലാവർക്കും തുല്യമായി അത് അർഹതയുണ്ട്. അവരൊക്കെ ഈ രാജ്യത്തെ പൗരന്മാരാണ്. അവർക്കിടയിൽ വേർതിരിവ് വരുത്താൻ ഇനി ഒരു ഗവൺമെന്റിനെ മനസ്സിൽ പോലും ചിന്തിക്കാൻ കഴിയരുത് എന്നുള്ള നിലക്കാണ് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. മിക്കവാറും ആളുകളൊക്കെ ഇതിന്റെ ഭാഗമായി സഹകരിക്കും. ഇനി സഹകരിച്ചില്ലെന്ന് വെക്കുക, എന്നാലും ഒരു വിജിലൻസ് അന്വേഷണം കൃത്യമായ രൂപത്തിൽ പോയാൽ അവരിലുള്ള ഈ സത്യങ്ങൾ മുഴുവൻ വെളിവാക്കുന്ന രൂപത്തിലുള്ള അവിടെയാണ് ശ്രീ വി എം രാധാകൃഷ്ണൻ കഴിഞ്ഞ പരാതിയുടെ കാര്യത്തിലും ബിജു രമേശിന്റെ നേതൃത്വത്തിൽ നൽകിയ പരാതിയുടെ കാര്യത്തിലും അന്ന് കാര്യക്ഷമമായി ശ്രീ വി എം രാധാകൃഷ്ണൻ, ഞാൻ താങ്കളിലേക്ക് എത്താം. അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ജയശങ്കർ, ഇവിടെ ശ്രീ വി എം രാധാകൃഷ്ണൻ പ്രമുഖ പരാതിക്കാരനായ ആ വ്യക്തി തന്നെ പറയുന്നുണ്ട്, ഇവിടെ വെറും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത്. മന്ത്രിയായിരിക്കെ ഈ 5 വർഷക്കാലം കെ ബാബു ചെയ്ത കാര്യങ്ങൾ പൂർണ്ണമായും പരിശോധിച്ചാൽ തന്നെ എന്തൊക്കെ കൃത്രിമമാണ് നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാകുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു വിജിലൻസ് കേസ് അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ കാര്യങ്ങൾ കഴിഞ്ഞ ആ ഒരു കേസിനെ തട്ടിച്ചു നോക്കിയാൽ കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമല്ലേ? തീർച്ചയായിട്ടും ഇത്തവണ പത്മമാറ്റത്തിന് ശേഷം പ്രത്യേകിച്ചും ശ്രീ ജേക്കബ് തോമസ് വിജിലൻസിന്റെ ഡയറക്ടറായി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഫലപ്രദമായ ഒരു അന്വേഷണം നടക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അന്വേഷണത്തിന് തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമുക്കറിയാം ഈ മദ്യനയം ആകമാനം അഴിമതിയിൽ ആറാടിയിരിക്കുകയാണ്. വലിയ അഴിമതി ഉണ്ടായിട്ടുണ്ട്. അത് ഭരണമുന്നണിയിലെ കക്ഷികൾ തന്നെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും സമ്മതിക്കുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ തന്നെ കെ ബാബുവിന് നിയമസഭയിലേക്ക് സീറ്റ് കൊടുക്കരുത് എന്ന് നിർദ്ദേശിച്ചത് അദ്ദേഹം വലിയ അഴിമതിക്കാരനായതുകൊണ്ടാണ്. അല്ലാതെ ബാബുവിനോട് സുധീരൻ എന്തെങ്കിലും വ്യക്തിവിരോധമുള്ള കൊണ്ടല്ല. ബാബുവിനെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ അത് UDFന്റെ മൊത്തത്തിലുള്ള വിജയ സാധ്യതകൾ തന്നെ അപകടത്തിലാക്കും എന്ന് അദ്ദേഹത്തിന് തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നുകൊണ്ടാണ്. പക്ഷെ ഈ അഴിമതിക്കാര്യത്തിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് കച്ചവടക്കാരനായിരുന്ന മുഖ്യമന്ത്രിക്ക് കെ ബാബുവിനെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ബാബുവിനെ ഒഴിവാക്കുകയാണെങ്കിൽ ഞാനും ഒഴിവാക്കും എന്ന ഭീഷണിയുടെ പുറത്ത് അദ്ദേഹം മത്സരിക്കുകയും അദ്ദേഹം മത്സരിക്കുകയും അതേ തുടർന്ന് പരാജയപ്പെടുകയുമാണ് ഉണ്ടായത്.
അപ്പോൾ ജനകീയ കോടതി ഇതിനകം തന്നെ ബാബുവിനെ ശിക്ഷിച്ചു കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം ചെയ്ത തെറ്റുള്ള ശിക്ഷ അനുഭവിക്കുമല്ലോ. ഈ രാജ്യത്തെ നിയമ സംവിധാനത്തെ പരിഹാസ്യമാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള അഴിമതിക്കാർ രക്ഷപ്പെട്ടു പോകുന്നത് ശരിയല്ല. അപ്പോൾ വിജിലൻസ് ഫലപ്രദമായ രീതിയിൽ അന്വേഷണം നടത്തി അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ ഈ സമയത്ത് പ്രതികരിച്ച ശ്രീ വി എം രാധാകൃഷ്ണൻ. അപ്പോൾ തന്നെ മറ്റൊരു വലിയ സുപ്രധാനമായ വാർത്ത വരുന്നു. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരെ TP സെൻകുമാർ നൽകിയ ഹർജി തള്ളിയിരിക്കുന്നു. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ് ഹർജി തള്ളിയത്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ഹർജി തള്ളിയ ഘട്ടത്തിൽ അതിന്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, സെൻകുമാറിന്റെ ഹർജി തള്ളിക്കൊണ്ട് ഒറ്റ വാചകത്തിലുള്ള ഒരു ജഡ്ജ്മെന്റ് മാത്രമാണ് ഇന്ന് CAG ട്രിബ്യൂണലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഹർജി തള്ളിയിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ശമ്പളം കുറവ് ചെയ്യാൻ പാടില്ല, ശമ്പളം കുറയ്ക്കാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശവും ട്രിബ്യൂണലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വിധിയുടെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP സ്ഥാനത്ത് നിന്ന് നീക്കിയ നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുൻ DGP TP സെൻകുമാർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. ഇതിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി CATയിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ വാദം നടന്നു വരികയായിരുന്നു. അതിന് ഒടുവിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങൾ ഇങ്ങനെയായിരുന്നു: കേന്ദ്ര സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് തന്നെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയ നടപടി, ഒപ്പം സുപ്രീം കോടതി വിധികളുടെയും ലംഘനമാണ് എന്നും അദ്ദേഹം ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന് പറഞ്ഞ കാരണങ്ങൾ തന്നെ തരം താഴ്ത്തുന്ന തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല തന്റെ വേതനത്തിലും കുറവ് വരുത്തിയിട്ടുണ്ട്. ഇത് അംഗീകരിക്കാനാവില്ല. മാത്രമല്ല സുപ്രീം കോടതിയുടെ സുപ്രധാനമായൊരു വിധിയുണ്ട്: 2 വർഷമെങ്കിലും ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അതേ തസ്തികകളിൽ ജോലിയിൽ തുടരാൻ അനുവദിക്കണം എന്ന ഒരു സുപ്രീം കോടതി വിധിയുണ്ട്. ഈ സുപ്രീം കോടതി വിധിയുടെ കേന്ദ്ര സർവീസ് ചട്ടങ്ങളുടെയും ലംഘനമാണ് തന്റെ നീക്കിയ നടപടിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആ തീരുമാനം, സംസ്ഥാന സർക്കാരിന്റെ ആ തീരുമാനം റദ്ദ് ചെയ്ത് തന്നെ അതേ സ്ഥാനത്ത് DGP സ്ഥാനത്ത് തന്നെ പുനർനിയമിക്കാൻ ഉത്തരവാകണം എന്നായിരുന്നു സെൻകുമാറിന്റെ ഹർജി. പക്ഷേ അതിനെതിരെ വിശദമായൊരു അഫിഡവിറ്റ് തന്നെയാണ് സംസ്ഥാന സർക്കാർ സമർപ്പിക്കുകയും സംസ്ഥാന സർക്കാരിന് വേണ്ടി AG ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടന്ന വാദങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് സർക്കാരിന്റെ വാദം നിരത്തുകയും ചെയ്തു. പ്രധാനമായും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരുന്ന കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, DGP എന്ന പദവിയിൽ തന്റെ കൃത്യത്തിൽ സെൻകുമാർ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അത് 2 സുപ്രധാനമായ 2 ഇൻസിഡൻസ് സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. ഒന്ന്, ജിഷാവധത്തിലും മറ്റൊന്ന് പുറ്റിങ്കൽ വെടിക്കെട്ട് അപകടത്തിലും കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ DGP വീഴ്ച വരുത്തി. അതായത് ജിഷ വധക്കേസിലെ കുറ്റാരോപിതരായ പോലീസ് ഉദ്യോഗസ്ഥർ, അതിന്റെ അന്വേഷണത്തിലും മറ്റും വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു DGPയുടേത്. അവർക്കെതിരെ, വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. മറ്റൊന്ന്, പുറ്റിങ്കൽ വെടിക്കെട്ട് ദുരന്തം ഒഴിവാക്കാമായിരുന്നു, പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അക്കാര്യത്തിലും പോലീസിന് വീഴ്ച പറ്റി. പക്ഷേ ആ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കുകയായിരുന്നു DGP ചെയ്തത്. അവർക്ക് മേൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾക്ക് അദ്ദേഹം തയ്യാറായില്ല. അത് പൊതുസമൂഹത്തിൽ പോലീസ് സേനയെ സംബന്ധിച്ച് വലിയ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ DGP സ്ഥാനത്ത് നിന്ന് സെൻകുമാറിനെ മാറ്റുകയാണ് ഉണ്ടായത് എന്നായിരുന്നു സർക്കാരിന്റെ വാദം. വളരെ നിർണായകമായ ഒരു കാര്യം, ഇതിന്റെ വാദത്തിനിടയിൽ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഹാജരായി സെൻകുമാറിന്റെ വാദത്തെ പിന്തുണച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. സെൻകുമാർ മുന്നോട്ട് വെച്ച വാദങ്ങളെ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ന്യായീകരിച്ചു, പിന്തുണച്ചു. അതായത് സംസ്ഥാന സർക്കാരിന് എതിരായ നിലപാടാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ സ്വീകരിച്ചത് എന്നർത്ഥം. പക്ഷേ ഈ വാദങ്ങളെല്ലാം തള്ളി സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടിയെ പൂർണ്ണമായും കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇപ്പോൾ ശരിവെച്ചിരിക്കുന്നു. ഒരു ക്ലോസ് മാത്രമാണ് അതിൽ ചേർത്തിരിക്കുന്നത്: ഈ സെൻകുമാറിന്റെ മാസവേതനത്തിൽ കുറവ് വരുത്താൻ പാടില്ല എന്ന ഒരു നിർദ്ദേശവും സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട്. അവിടെ ഒരുപക്ഷെ കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ, മാനദണ്ഡങ്ങളുടെ ലംഘനം അടക്കമുള്ള കാര്യങ്ങൾ, അത് സുപ്രധാനമാണ്. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകേണ്ടതുണ്ട്. പക്ഷേ അതിനും അപ്രത്യേക ഗൗരവതരമാണ് ഇവിടെ സർക്കാരിന്റെ വാദം എന്നുകൂടി കണ്ടിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് കേരളം പൊതുവിൽ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ് പുറ്റിങ്കൽ വിഷയം തന്നെയായാലും, ഒപ്പം തന്നെ ജിഷയുടെ കൊലപാതകികളെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഒക്കെ തന്നെയും പോലീസിന് വീഴ്ച പറ്റി, അതിന്റെ ഉത്തരവാദിത്തം അതിന്റെ തലപ്പത്തിരിക്കുന്ന DGPക്ക് തന്നെയാണ് എന്ന് ഒരുപക്ഷെ ഒരിക്കൽ കൂടി ആ വിഷയത്തിൽ ഒരു സ്ഥിരീകരണം കൂടി ആയിരിക്കുകയല്ലേ? വളരെ അതിന് പ്രധാനപ്പെട്ട ഒരു കേസ് അത് തന്നെയാണ്. നിർണായകമായ ഒരു കാര്യം, സ്വന്തം സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ പോലീസ് സേനയുടെ മേധാവിയെ നിശ്ചയിക്കാനും നിയോഗിക്കാനും നിയമിക്കാനുമുള്ള
ആത്യന്തികമായ അധികാരം സംസ്ഥാന ഭരണകൂടത്തിന് തന്നെയാണ് എന്ന് അടിവരയിടുന്നതാണ് ഈ വിധി. കാരണം ഏതെങ്കിലും തരത്തിലുള്ള സീനിയോറിറ്റിയെ മറികടന്നു തുടങ്ങിയ വാദങ്ങൾ ഒന്നും നിലനിൽക്കുന്നതല്ല. പോലീസ് സേനയുടെ തലപ്പത്ത് ആര് വരണം എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരും സംസ്ഥാന മന്ത്രിസഭയും തന്നെയാണ് എന്ന് ഉള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രധാന വാദം. ആ വാദത്തിന് പിൻബലമായിട്ടാണ് ജിഷാവധം, പുറ്റിങ്കൽ വെടിക്കെട്ട് അപകടം തുടങ്ങിയ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. യാതൊരു കാരണവും കൂടാതെയല്ല സെൻകുമാറിനെ മാറ്റാനുള്ള തീരുമാനമെടുത്തത്. അതിന് കാരണങ്ങൾ ഉണ്ടായിരുന്നു. ആ കാരണങ്ങൾ ഇവയൊക്കെയാണ്. അതുകൊണ്ട് ജിഷ വധക്കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച നടപടി, പുറ്റിങ്കൽ വെടിക്കെട്ട് അപകടം തടയാൻ കൃത്യമായി ഇടപെടാതിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച നടപടി, ഈ രണ്ട് നടപടികളും ഈ DGP എന്ന സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ തക്കതായ കാരണമാണ് എന്ന് തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. പക്ഷേ അത്തരം ഒരു തീരുമാനം എടുക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്ന ഒരു വാദമാണ് സെൻകുമാറിന്റെ അഭിഭാഷകൻ സ്വീകരിച്ചത്. അതിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ സ്വീകരിച്ചത്. പക്ഷേ ഈ രണ്ട് വാദങ്ങളെയും തള്ളി സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് എന്ന് പറയുകയാണ് ഇവിടെ. ഏതായാലും ജഡ്ജ്മെന്റിന്റെ പൂർണ്ണ വിവരം പുറത്ത് ലഭിച്ചിട്ടില്ല. ഇന്ന് നമുക്കറിയാം അഭിഭാഷകർ കോടതി ബഹിഷ്കരണവുമൊക്കെയായി ബന്ധപ്പെട്ട് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഹാളിൽ അഭിഭാഷകരാരും ഉണ്ടായിരുന്നില്ല. ട്രിബ്യൂണൽ അംഗങ്ങൾ വന്ന് ആദ്യ കേസായി ഇത് വിളിക്കുകയും ഇതിന്മേൽ ജഡ്ജ്മെന്റ് പറയുകയുമായിരുന്നു. ഏതായാലും അതുകൊണ്ട് തന്നെ ജഡ്ജ്മെന്റിന്റെ പകർപ്പ് ലഭിക്കാനൊക്കെ അല്പസമയം. ഇപ്പോൾ ശ്രീ പി ജയരാജൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പി ജയരാജൻ, സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരെ നൽകിയ ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. അവിടെ സംസ്ഥാന സർക്കാർ കൃത്യമായി വാദിച്ചിരുന്നത് പൊതു താൽപര്യ പ്രകാരമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. നമ്മൾ കണ്ടതാണ് കേരളം വലിയ ആശങ്കയിൽ നിന്ന് പുറ്റിങ്ങൽ അപകടം അത് ഒഴിവാക്കാമായിരുന്നു, അവരുടെ പോലീസിന് വീഴ്ച പറ്റി. ജിഷ കൊലക്കേസിൽ കുറ്റവാളികളെ കണ്ടെത്താതെ പോലീസ് നാണം കെട്ടു നിന്നൊരവസ്ഥ. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ അതിന്റെ ഉത്തരവാദിത്തം പോലീസ് മേധാവിക്കാണ് എന്നുകൂടി കണ്ടുകൊണ്ടായിരുന്നു ഈ നിലപാട് വന്നത്. അത് ശരിവെക്കുക കൂടിയല്ലേ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം കൂടി വരുമ്പോൾ? തീർച്ചയായിട്ടും അദ്ദേഹം DGP സ്ഥാനത്തിരുന്ന് പൊതു താല്പര്യം പരിഗണിച്ചിരുന്നില്ല. ഭരണകക്ഷിയുടെ ഇംഗിതത്തിന് വഴങ്ങി മുട്ടിലഴയുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണല്ലോ ഈ ജിഷയുടെ കൊലപാതകം നടന്നത്. ആ കൊലപാതകത്തിന്റെ തെളിവുകൾ മറച്ചുവെക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് അവിടുത്തെ ലോക്കൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അക്കാര്യത്തിൽ ഇടപെടാൻ ഉത്തരവാദിത്വമുള്ള സംസ്ഥാന പോലീസ് മേധാവി അതിനൊന്നും മെനക്കെടാതെ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDF-നും തിരിച്ചടി നേരിടുമോ എന്നുള്ള ആശങ്കയിൽ ആ പ്രശ്നം കൈകാര്യം ചെയ്യാതിരിക്കുന്ന അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള നിലപാടാണ് സെൻകുമാർ സ്വീകരിച്ചത്. സെൻകുമാർ ഈ ഇരിക്കാൻ പറഞ്ഞ മുട്ടിലഴയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നത് നമുക്കൊക്കെ അനുഭവമുള്ള കാര്യമാണ്, നേരിട്ട് അനുഭവമുള്ള കാര്യമാണ്. അപ്പോ അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ട്രിബ്യൂണലിന്റെ മുമ്പാകെ വാദിച്ചിട്ടും അത് തള്ളപ്പെട്ടു. സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതുത്തിന്റെ മേലെയുള്ള തീരുമാനം അംഗീകരിക്കപ്പെട്ടു എന്നതാണ് ഇക്കാര്യത്തിൽ പ്രധാനമായിട്ടുള്ളത്. അവിടെ ഒരുപക്ഷെ ശ്രീ പി ജയരാജൻ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു വലിയൊരു ശ്രമം നടന്നിരുന്നു. ആദ്യം തന്നെ സർക്കാരിന്റെ പ്രഥമ തീരുമാനങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഈ DGP സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളത്. അതിന്റെ വലിയൊരു റിസൾട്ട് എന്ന രീതിയിൽ വലിയൊരു വഴിത്തിരിവ് ജിഷ കേസിൽ പോലും ഉണ്ടായി. പിന്നീട് പോലീസ് സേനയുടെ ഇടപെടലുകളിൽ വലിയ പ്രശംസനീയമായ കാര്യങ്ങളൊക്കെ തന്നെയും ഉണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലും മറുഭാഗത്ത് നിന്ന് സർക്കാർ നിലപാടുകളെ നിയമപരമായി നേരിടുക, ഒരുപക്ഷെ ചില കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു, സുപ്രീം കോടതിയുടെ മാനദണ്ഡം അടക്കമുള്ള കാര്യങ്ങൾ, ആ വിധത്തിൽ അതിനെ മറികടക്കാമെന്നൊരു ആത്മവിശ്വാസമായിരുന്നു TP സെൻകുമാർ ഉണ്ടായിരുന്നത്. അതൊന്നും ഈ പറയുന്നത് പോലെ തന്നെ ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അതൊന്നും അതിന് മേലെയല്ല എന്നൊരു നിഗമനം കൂടിയല്ലേ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എടുത്തിട്ടുള്ളത്? തീർച്ചയായിട്ടും ജനങ്ങളുടെ താല്പര്യത്തിനാണ് പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്. ഇപ്പൊ സംസ്ഥാന പോലീസ് മേധാവികളെ രാഷ്ട്രീയമായിട്ടുള്ള സങ്കുചിതമായ താല്പര്യം വെച്ച് മാറ്റുന്നതിനായിട്ടാണ് നേരത്തെ സുപ്രീം കോടതിയും മറ്റും വിധിയിലൂടെ നിർദ്ദേശിച്ചിരുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള പുതുതായി അധികാരത്തിൽ വന്നിട്ടുള്ള LDF ഗവൺമെന്റ് ഉണ്ടായി. LDF ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയിൽ ഒന്ന് ഈ DGP സെൻകുമാറിനെ മാറ്റുക എന്നുള്ളതാണല്ലോ. കാരണം ആ സെൻകുമാർ പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായിട്ടുള്ള പല നിലപാടുകളും കൈക്കൊണ്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പൊ ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഉപദേശക സമിതി അംഗമായിരുന്നു. എന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ അന്ന് DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് തയ്യാറാവാതിരുന്ന സാഹചര്യത്തിൽ
ഇന്റലിജൻസ് ADGP ആയിട്ടുള്ള സെൻകുമാറിന്റെ റിപ്പോർട്ട് വാങ്ങിച്ചുകൊണ്ട് ഉപദേശക സമിതി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോ ജയിൽ DGPക്ക് പോലും അഭിപ്രായമില്ലാത്തൊരു കാര്യം രാഷ്ട്രീയ താല്പര്യം വെച്ച് കോൺഗ്രസിന് വേണ്ടി എഴുതി കൊടുത്ത ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് സെൻകുമാർ. അപ്പൊ അദ്ദേഹത്തിന് ഒരിക്കലും സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് ഇരിക്കാൻ അർഹതയില്ല എന്ന് സംസ്ഥാന ഗവൺമെന്റ് നിലപാട് കൈക്കൊണ്ടത് തികച്ചും ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ശ്രീ പി ജയരാജൻ ഇത്രയേറെ വിവാദങ്ങൾ പഴി കേൾക്കുന്ന ഘട്ടത്തിലും താൻ ചെയ്ത കാര്യങ്ങളെ ന്യായീകരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. തീർച്ചയായിട്ടും തെറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും ആ തരത്തിൽ ന്യായീകരിക്കാനല്ലേ പരിശ്രമിക്കുക. അപ്പോ നിയമം പാലിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് കൃത്യമായി പാലിക്കാതെ അധികാരം ലഭിക്കുന്ന കക്ഷിക്ക് വേണ്ടി സങ്കുചിതമായിട്ടുള്ള താല്പര്യങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്റെ അധികാരം ഉപയോഗിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് അദ്ദേഹം DGP സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല എന്നാണ് സംസ്ഥാന ഗവൺമെന്റ് നിലപാട് കൈക്കൊണ്ടത്. ആ നിലപാട് തികച്ചും ശരിയാണ് എന്ന് ട്രിബ്യൂണലിന്റെ ഇപ്പോഴത്തെ വിധി തെളിയിക്കുകയാണ്. യെസ്, വളരെ നന്ദി ശ്രീ പി ജയരാജൻ ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. ഇവിടെ മുൻ DGP ആയിരുന്ന TP സെൻകുമാർ ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നത് ചില നിയമവശങ്ങൾ അതിൻ്റെ വിജയം തേടിയായിരുന്നു. പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ, സീനിയോറിറ്റി വിഷയം, അദ്ദേഹത്തെ ആ വിധത്തിൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിലെ തടസ്സങ്ങളൊക്കെ ആയിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ഇപ്പോൾ കോടതി നിരീക്ഷിച്ചിട്ടുള്ളത് അതിനും അപ്പുറത്തേക്കാണ് ഈ വിഷയങ്ങൾ, അതായത് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയങ്ങളുടെ പിഴവ് എന്നുകൂടിയാണ് നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ശ്രീ ജേക്കബ് ജോർജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഇങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ ഒരുപക്ഷെ ദിവസങ്ങളായി നീണ്ടു നിന്ന ഒരു സർക്കാരുമായി നേരിട്ട് ഒരുപക്ഷെ രാഷ്ട്രീയതലമായി പോലും ഉപയോഗിക്കപ്പെട്ട തരത്തിലുള്ള വലിയ തർക്കങ്ങൾക്ക് കൂടിയാണ് അവസാനമായിരിക്കുന്നത് എന്ന് വേണ്ടേ കരുതാൻ? ശ്രീ ജേക്കബ് ശരിക്കും കേൾക്കുന്നില്ല. ഇക്കാര്യത്തില് സെൻകുമാർ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. അദ്ദേഹം DGP ആയിരിക്കാം. പക്ഷേ കേരളത്തിലെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ്, ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന് തന്നെയാണ് അധികാരം, യാതൊരു സംശയമില്ല. ഒരു ഉദ്യോഗസ്ഥൻ ഇന്ന സ്ഥാനത്ത് എന്നെ ഇരുത്തണം, എന്നെ ഇരുത്താത്തത് എന്ത് എന്ന് ചോദിക്കാൻ ഉദ്യോഗസ്ഥന് അവകാശമില്ല. ഇക്കാര്യത്തിൽ സമ്പൂർണമായ അധികാരവും അവകാശവും ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കാണ്, ഗവൺമെന്റിനാണ്. അക്കാര്യത്തിന് മുഖ്യമന്ത്രിക്ക് പൂർണ്ണ അധികാരവും പൂർണ്ണ സ്വാതന്ത്ര്യവും പൂർണ്ണമായ അവകാശവുമുണ്ട്. ആ അവകാശത്തെയാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ശരിവച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. അവിടെ ശ്രീ ജേക്കബ് ജോർജ് നമ്മൾ കണ്ടതാണ് ഈ രണ്ട് വിഷയങ്ങളിലും അത് ആർക്കും തർക്കമുണ്ടാകാമെന്ന് കരുതുന്നില്ല. പുറ്റിങ്ങൽ വിഷയം അത് ആവാവുന്നതായിരുന്നു, അവിടെ പോലീസിന് വീഴ്ച പറ്റി. ഒപ്പം തന്നെ ജിഷ വിഷയത്തിലും പോലീസ് വലിയ നാണക്കേടുകളുടെ ഘട്ടത്തിലായിരുന്നു നിന്നിരുന്നത്. ഈ രണ്ട് കാര്യങ്ങളും മതിയാകും ഇങ്ങനെ ഒരു പൊസിഷനിൽ നിന്നും ഒരു DGP ആ സ്ഥാനത്ത് നിന്നും മാറ്റാൻ. അതിന് മറ്റൊരു നിയമവശങ്ങളും തടസ്സമാകില്ല എന്ന കാര്യം കൂടി ശരിവെക്കുകയല്ലേ? ഇത്തരം വിഷയങ്ങളില് ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടിന് ആണ് ട്രിബ്യൂണൽ പിന്തുണ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധാർഹമാണ്. അതായത് നിലപാടുകളിൽ ആത്യന്തികമായി ശരി എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് തന്നെയാണ്. അത് ആവർത്തിച്ചുറപ്പിച്ചിരിക്കുകയാണ് ഈ വിധി. അവിടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എടുത്ത നിലപാട് കൂടി സുപ്രധാനമാണ്. അവിടെ TP സെൻകുമാറിന് അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് പിന്തുണ നൽകുന്ന രീതിയിലേക്കായിരുന്നു നിലപാടുകൾ. ഒരുപക്ഷെ ഇതിനെ രാഷ്ട്രീയമായി കൂടി ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം പല ഘട്ടത്തിലും നടന്നു എന്ന് കൂടി ഇവിടെ മനസ്സിലാക്കാൻ. രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചാൽ പോലും ആത്യന്തികമായിട്ട് അതിന്റെ നീതിയും ന്യായവും പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ തന്നെ തീരുമാനിക്കാനാവും. ഇപ്പോൾ DGP സെൻകുമാറിനെ, അദ്ദേഹത്തിന്റെ വൈശിഷ്ട്യത്തെ കുറിച്ച് എനിക്ക് യാതൊരു പരാതിയുമില്ല. കൈക്കൂലി മേടിക്കാത്ത പരിശുദ്ധമായ സ്വഭാവമുള്ള പശ്ചാത്തലമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ് അദ്ദേഹം. പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തെ പോലീസ് DGP ആയിട്ട് നിയമിച്ചപ്പോൾ കേരള പോലീസിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്നില്ല അദ്ദേഹം. അതുകൂടി ശ്രദ്ധിക്കണം. അദ്ദേഹത്തെക്കാൾ മുതിർന്ന ഉദ്യോഗസ്ഥർ കേരള പോലീസ് സർവീസിൽ തന്നെ IPS ഉണ്ടായിരുന്നു, കേരള കേഡറിലെ. അതിനെ മറികടന്നത് തന്നെയാണ്, ആ സീനിയോറിറ്റിയും മറികടന്നാണ് അന്നത്തെ ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സെൻകുമാറിനെ DGP ആയിട്ട് നിയമിച്ചത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പരിഭവം ഉണ്ടാവാം, പക്ഷെ സ്വാഭാവികമായിട്ടും ആത്യന്തികമായ തീരുമാനമെടുക്കേണ്ട, നടപടിയെടുക്കേണ്ട അതോറിറ്റി എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഗവൺമെന്റ് തന്നെയാണ്.
യെസ്, വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ് ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെ ചോദ്യം ചെയ്ത് TP സെൻകുമാർ നൽകിയ ഹർജി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തള്ളിയിരിക്കുന്നു. അതിനും അപ്പുറത്തേക്ക് സർക്കാരിന്റെ വാദം ശരിവെക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ജീവൻ കൂടി നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ജീവൻ, ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത് സെൻകുമാറും സർക്കാർ ഒരു ഭാഗത്ത് നിന്ന്, സെൻകുമാർ മറ്റൊരു ഭാഗത്ത് നിന്ന് സർക്കാരിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്നു. മറുഭാഗത്ത് പൊതുജന താല്പര്യാർത്ഥമുള്ള വിഷയങ്ങളാണ് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ എന്ന കാര്യത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഈ ഒരു ഹർജി പരിഗണിച്ചിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ അവിടെയാണ് കടമ്പുണ്ടായിരുന്നത് എന്ന് ആ വിധത്തിൽ വിലയിരുത്തിയിരുന്നു എങ്കിൽ എന്താകും കാര്യങ്ങൾ എന്ന വിധത്തിൽ കൂടി നിരീക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ ആശങ്കയോടുകൂടി കണ്ടിരുന്ന ഒരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു. ജീവനിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇങ്ങനെ ഒരു തീരുമാനം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതായത് മറ്റ് കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ, നിയമപരമായ വശങ്ങൾ, സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ അടക്കം പരിഗണിച്ചുകൊണ്ട് തന്നെ ശമ്പളത്തിൽ കുറവുണ്ടാകരുത്, പക്ഷേ ഇങ്ങനെ ഒരു സ്ഥാനമാറ്റം അവിടെ സർക്കാരിന്റെ നിലപാടാണ് ശരി എന്നുകൂടി തീരുമാനിക്കുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയ്തിരിക്കുന്നത്. ശ്രീ ജയശങ്കർ, ശ്രീ സെൻകുമാറിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അദ്ദേഹം IPSലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്, യാതൊരു സംശയമില്ല. പക്ഷെ സർക്കാർ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും വകുപ്പുകളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളെ മാറ്റുക എന്നുള്ള സാധാരണ നടപടിക്രമം. അതിപ്പോ UDF സർക്കാർ വന്നാലും LDF സർക്കാർ വന്നാലും ഇനി നാളെ BJPയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയുടെയോ സർക്കാർ വന്നാലും അവർക്ക് വിശ്വാസമുള്ള, അവർക്ക് താല്പര്യമുള്ള ആളുകളെ അതാത് വകുപ്പുകളുടെ തലപ്പത്ത് കൊണ്ടുവരിക എന്നുള്ളത് സാധാരണ നടപടിക്രമമാണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, മറ്റെല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലുമാണ്. സെൻകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യത്തെ ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല. അദ്ദേഹം വളരെ സത്യസന്ധനായ, നിർഭയനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഒരു കാര്യം പോലും അഴിമതിയില്ലാത്ത ആളാണ്. പക്ഷെങ്കിൽ പോലും പുതിയ സർക്കാരിന് അവർക്ക് താല്പര്യമുള്ള ആളുകളെ ചീഫ് സെക്രട്ടറി ആയിട്ട്, പോലീസ് DGP ആയിട്ടൊക്കെ നിയമിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യമുണ്ട്. ഈ സെൻകുമാറിനെ പോലെ പരിണതപ്രജ്ഞനായ ഒരു ഉദ്യോഗസ്ഥൻ അത് മനസ്സിലാക്കേണ്ടതായിരുന്നു. തീർച്ചയായും അതാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. ഇവിടെ സർക്കാർ പറഞ്ഞിരുന്ന വിഷയങ്ങൾ, ഇപ്പോൾ പുറ്റിങ്ങൽ വിഷയത്തിലായാലും അവിടെ പോലീസിന് വീഴ്ച പറ്റി എന്നുള്ളത് ഒരുപക്ഷെ സമ്മതിക്കാതിരിക്കാൻ വേറെ നിർവാഹമുണ്ടാകില്ല. ഒപ്പം തന്നെ ജിഷ വിഷയത്തിലും ഈ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അല്ല, സർക്കാരിന്റെ ഭാഗത്ത് ന്യായമുണ്ട്. ഞാൻ പറഞ്ഞു, സർക്കാരിന്റെ ന്യായം കുറഞ്ഞ് അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് സ്വാഭാവികമായ ഇത്തരം സ്ഥാനമാറ്റങ്ങൾ അപ്പുറത്തേക്ക് ഈ വിഷയങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതായിരുന്നു എന്നൊരു നിരീക്ഷണം കൂടിയല്ലേ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എടുത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ശ്രീ സെൻകുമാർ വളരെ കാലം പോലീസ് സർവീസിൽ പരിചയവും പാരമ്പര്യവും ഉള്ള ആളാണ്. അദ്ദേഹം തന്നെ മുമ്പ് ഇതുപോലെ പല സർക്കാരുകളും മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനചലനം ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. അപ്പൊ അദ്ദേഹം സ്വാഭാവികമായിട്ടും അത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ പരിഗണിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തെ പോലെ ഇത്ര മുതിർന്നൊരു ഉദ്യോഗസ്ഥൻ ഇതുപോലെ ഹർജിയുമായിട്ട് ട്രിബ്യൂണലിനെ സമീപിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. ഏതായാലും സർക്കാരിന്റെ നിലപാട് ശരിവെച്ചിരിക്കുകയാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. TP സെൻകുമാറിന്റെ ഹർജി തള്ളുക കൂടി ചെയ്തിരിക്കുന്ന വഴി അദ്ദേഹത്തിന്റെ നിലവിലുള്ള ശമ്പളം അതിൽ കുറവ് വരുത്താതെ തന്നെ, എന്നാൽ നിലവിലെ സർക്കാരിന്റെ തീരുമാനങ്ങളെ ശരിവെക്കുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. മുൻമന്ത്രി K. ബാബുവിനെതിരെ വിജിലൻസ് കേസിന് ശുപാർശ. ഹോട്ടൽ ഉടമകളുടെ പരാതിയിൽ കേസെടുക്കാനാണ് നിർദ്ദേശം. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് കേസെടുക്കാൻ ശുപാർശ ചെയ്തത്. ഒപ്പം തന്നെ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരെ TP സെൻകുമാർ നൽകിയ ഹർജി തള്ളിയിരിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ് ഹർജി തള്ളിയത്.